എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രായമായവരിൽ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ന്യൂമോണിയയെയും അതിനുള്ള പ്രതിവിധികളെയും കുറിച്ചാണ്. അതിനായി തിരുവനന്തപുരം മെഡിട്രീന ഹോസ്പിറ്റലിലെ ഡോക്ടർ കെ അശോകൻ എൻ്റെ ഒപ്പമുണ്ട്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, ഈ പ്രായമായവരിൽ മാത്രമല്ല കുട്ടികളിലടക്കം കണ്ടുവരുന്ന രോഗമാണ് ന്യൂമോണിയ. പക്ഷേ ഇന്ന് ഈ ഒരു കാലത്ത് വാർദ്ധക്യത്തിൽ ഒരുപാട് പേർക്ക് ന്യൂമോണിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഡോക്ടർ പ്രധാനമായി എന്താണ് ഈ ന്യൂമോണിയ? ന്യൂമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇരുവശത്തും ലങ്സ് ഉണ്ട്. ഈ ലങ്സിൽ വരുന്ന അണുബാധയാണ് നമ്മൾ ന്യൂമോണിയയായി പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് ആ അണുബാധ ഉണ്ടാകുന്നത്? അണുബാധ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കിപ്പോൾ വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ സിറ്റികളിലുള്ള എൻവയൺമെൻറ്റ് പൊല്യൂഷൻ, സ്മോക്കിംഗ്, അതുപോലെ ഓക്യുപ്പേഷണൽ ഹസാർഡ്സ്, ഡസ്റ്റ്, അതുപോലെ സിമെൻറ്റ്, പലതരം പൊടികൾ, പലതരം ജോലികൾ, ഇങ്ങനെ പൊടിയെല്ലാം ഏൽക്കുന്ന പലതരം ജോലികൾ ചെയ്യുന്നവർക്ക് ഇതിനോടൊപ്പം അണുബാധ കൂടി ഈ പൊടിയോടൊപ്പം വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ ന്യൂമോണിയ എല്ലാം വരുന്നത്. ഒരു അലർജറ്റിക് പ്രോബ്ലം അല്ല അല്ലേ? അലർജി പ്രോബ്ലം അല്ല. പക്ഷേ അലർജി ഉള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു എക്സ്പോഷർ വരികയാണെങ്കിൽ ന്യൂമോണിയ വരാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. ശരി, എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ പ്രായമായവരിൽ ഇപ്പോൾ ഇത്രയും കൂടുതലായി ന്യൂമോണിയ കണ്ടുവരാനുള്ള ഒരു കാരണം? പ്രായമാവുന്ന സമയത്ത് പൊതുവെ നമ്മുടെ പ്രതിരോധ ശേഷി, ഒരു അണുബാധയ്ക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞു വരികയാണ്. അപ്പോൾ അങ്ങനെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നവർക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ ന്യൂമോണിയ ഇപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗാണുബാധ ഉണ്ടായാൽ യങ്സ്റ്റേഴ്സിനാണെങ്കിൽ, ഇപ്പോൾ അഡോളസൻസ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിലാണെങ്കിൽ നല്ല ഹൈ ടെമ്പറേച്ചർ, ഒരു 102-103 ഡിഗ്രി പനിയും അതിനോടൊപ്പം ചുമയും. ഈ ചുമയോടൊപ്പം തന്നെ ചിലപ്പോൾ രക്തം കലർന്ന കഫമായിട്ടായിരിക്കും ചുമച്ച് തുപ്പുന്നത്. ഡോക്ടർ, അത് കുട്ടികളിലും അങ്ങനെ തന്നെയാണോ അതോ പ്രായമായവരിലും ഈ ലക്ഷണങ്ങൾ തന്നെയാണോ ഉണ്ടാവുക? അത് രണ്ടും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ചെറുപ്പക്കാരിലെ പനിയോ അല്ലെങ്കിൽ ചുമയോ അതിനോടൊപ്പം രക്തം ഉണ്ടാകും. പക്ഷേ നേരെ മറിച്ച് പ്രായമായിട്ടുള്ളവരിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ 60 വയസ്സിന് ശേഷമുള്ളവരെ ഒരു സെപ്പറേറ്റ് വിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ജെറിയാട്രിക്സ് ഗ്രൂപ്പ്, പീഡിയാട്രിക് എന്ന് പറയുന്നത് പോലെ ജെറിയാട്രിക് ഗ്രൂപ്പ് എബവ് 60 years. ജീഡിയാട്രിക് ആണോ ഡോക്ടർ? ജെറിയാട്രിക് ആണോ? ജെറിയാട്രിക്സ്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾ കൊടുക്കുന്ന അതേ ഒരു സമീപനം അല്ലെങ്കിൽ ആ ഒരു കെയർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വിഭാഗം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് ഇതേപോലെ പനി വരണമെന്നില്ല, ചുമയും വരണമെന്നില്ല. അത് കൂടാതെ പൊതുവേ കണ്ടുവരുന്നത് ഒരു ഡിസോറിയൻറ്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ ആ സ്വഭാവങ്ങളുള്ള ചിലപ്പോൾ ചെറിയ വ്യത്യാസം, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നത്, അല്ലെങ്കിൽ ക്ഷീണം, ഒരു വിശപ്പില്ലായ്മ, പനി വരാനുള്ള പലർക്കും പനി ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഡയബറ്റീസും കൂടി ഈ പ്രായമായിട്ടുള്ളവർ ഉണ്ടാകുന്ന സമയത്ത് പനി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ശരി ഡോക്ടർ, അതെന്താണ് ഈ മറ്റ് കാര്യങ്ങളിലേക്ക് ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? എൻ്റെ പേര് സുരേഷ്. സുരേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരമുണ്ട്. സംസാരിച്ചോളൂ സുരേഷ്. അതായത് ഈ പ്രായമായവരിലാണ് ന്യൂമോണിയ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം ഈ പ്രായം എന്ന് പറയുന്നത് ഏത് ഏജോട് കൂടി ഇതൊരു ആരംഭം ഉണ്ടാകും എന്നുള്ളൊരു പറയാമോ സാറേ? ഈ പ്രായം എന്ന് പറയുന്നത് ഈ കൂടുതലുള്ളവരിലാണ് പനിയോ അല്ലെങ്കിൽ ചുമയിൽ രക്തം കലർന്നിട്ടുള്ള കഫോ വരാനുള്ള സാധ്യത ഇല്ലാതിരിക്കുന്നത്. ന്യൂമോണിയ ഏത് പ്രായക്കാരിലും വരാം. ഇപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽക്ക് എത്ര പ്രായമായിട്ടുള്ളവരും മിഡിൽ ഏജ് ഗ്രൂപ്പിലായാലും വരാനുള്ള സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, ഇപ്പോൾ പലതരത്തിലുള്ള പനിയും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ന്യൂമോണിയയുടെ ഒരു ലക്ഷണം പനിയാണെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കുക ഇത് ന്യൂമോണിയ ആണെന്നുള്ളത്? ഈ രക്തം കലർന്നുള്ള കഫം ഇങ്ങനെയൊക്കെയാണോ? അപ്പം നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തണം, രോഗിയെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനും ചെയ്യണം. രക്തം പരിശോധിക്കണം, പ്രത്യേകിച്ച് ഒരു എക്സ്റേ എടുത്ത്, ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കണം. ബാക്കി ചെസ്റ്റ് എക്സ്റേയിൽ തന്നെ ഒരു 95% എവിഡൻസും കിട്ടും. അതിനോടൊപ്പം തന്നെ കഫം പരിശോധിക്കാം നമുക്ക്. പ്രത്യേകിച്ച് ട്യൂബർകുലോസിസ് നമ്മുടെ ഇന്ത്യയിലും പൊതുവെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്യൂബർകുലോസിസ് ഇല്ല എന്നുകൂടി നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് കണ്ണൂരിന്ന് ശ്രീജിയാണ്. ശരി ശ്രീജ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഹലോ ഡോക്ടർ നമസ്കാരം. നമസ്കാരം.
എന്റെ മോന്റെ കുട്ടിക്ക് ഇതുപോലെ 3.5 വയസ്സുള്ള കുട്ടിയാണ്. ഇതുപോലെ ന്യൂമോണിയ വന്നായിരുന്നു. നമ്മളായിട്ട് ഡോക്ടറെ കാണിച്ച് 5 ദിവസം മരുന്ന് കൊടുത്തായിരുന്നു, ആന്റിബയോട്ടിക്. അപ്പോ ഇപ്പൊ മോക്ക് ഇടയ്ക്കൊരു ചുമയും പിന്നെ ഒരു കവ ഇങ്ങനെ വലിയ പോലെയുണ്ട്. അതിന് വീണ്ടും ഒന്ന് ഡോക്ടറെ കാണിക്കണോ? തീർച്ചയായിട്ടും കാണിക്കണം. കാരണം ന്യൂമോണിയ നമുക്ക് 5 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. കാരണം ഇതെല്ലാം അണുബാധകളാണ്. ഈ അണുബാധ നമുക്ക് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ മിനിമം ഒരു 10 ദിവസമെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട ഒരു ആവശ്യമാണ്. 10 ദിവസം. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത്തെ പ്രാവശ്യം നേരത്തെ കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക. പിന്നെ ഈ കുട്ടിക്ക് അലർജി ഇല്ല എന്നുള്ളതും കൂടി നോക്കണം. ശരി ഡോക്ടർ, നമുക്ക് ഈ വാർദ്ധക്യത്തിൽ കണ്ടുവരുന്ന ന്യൂമോണിയ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഈ പ്രതിരോധ ശേഷി കുറയുന്നത് തന്നെയാണോ ഈ കാര്യമായ ലക്ഷണങ്ങളൊന്നും കാണിക്കാതിരിക്കാനുള്ള ഒരു കാരണവും? അത് എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട്? കാരണം ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ പ്രത്യേകിച്ചും ഡോക്ടറെ അടുത്ത് ചെല്ലും, വൈദ്യപരിശോധന നടത്തും. കാര്യമായ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി കൂടിയല്ലേ? തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ ദിവസേന ഇപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന പ്രായമായിട്ടുള്ളവരെ നമ്മൾ ദിവസം കണ്ടുവരുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. കാരണം ഈ ലങ്ങിലെ അസുഖങ്ങൾ വരുന്ന സമയത്ത് തലച്ചോറിലെ സോഡിയം കുറയും, ഹൈപ്പോനാട്രീമിയ. ഈ ഹൈപ്പോനാട്രീമിയ വരുന്ന സമയത്ത് സ്വഭാവങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അങ്ങനെ സ്വഭാവങ്ങളിൽ വ്യത്യാസം വരിക. പിന്നെ വിശപ്പില്ലായ്മ, തീർച്ചയായും ആഹാരമൊന്നും കഴിക്കാതിരിക്കുക, പെട്ടെന്നുണ്ടാകുന്ന വിശപ്പില്ലായ്മ, അത് അറിയാതെ യൂറിനൊക്കെ പാസ് ചെയ്യുക. പിന്നെ ഇതേപോലുള്ള ചെറിയ ക്ഷീണം, എപ്പോഴും ക്ഷീണം പറയും, വിശപ്പില്ലാതെ ഒന്നും കഴിക്കാതിരിക്കുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു അൺഐഡൻറ്റിഫൈഡ്, എന്നുവെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുള്ളത് വീട്ടുകാർക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാവേണ്ടതാണ്. ശരി ഡോക്ടർ, അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, എന്നാൽ ഈ രോഗമാണെന്നുള്ള സംശയം വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ്? രക്തപരിശോധനയാണോ ആദ്യം? ഈ രോഗം ഡയഗ്നോസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഡോക്ടർ? ഡയഗ്നോസ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തണം. അതിനോടൊപ്പം തന്നെ രക്തം പരിശോധിക്കണം. കഫം ഉണ്ടെങ്കിൽ കഫം തീർച്ചയായിട്ടും പരിശോധിക്കണം. പ്രത്യേകിച്ച് ഗ്രാം സ്റ്റെയിൻ ചെയ്യണം. ട്യൂബർകുലോസിസിന് വേണ്ടി സ്പീട്ടം AFB. ട്യൂബർകുലോസിസ് ആവാനുള്ള സാധ്യത അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല, ട്യൂബർകുലോസിസ് ആയിട്ട് പലർക്കും ന്യൂമോണിയ ആയിട്ടാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അതാണോ നോക്കണം. അതിനോടൊപ്പം തന്നെ ബാക്കി ധാരാളം സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയാണ് ഏറ്റവും കൂടുതൽ ന്യൂമോണിയയ്ക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ. ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? കൊടുങ്ങല്ലൂരിന്ന് ഉണ്ണികൃഷ്ണൻ. ശരി ഉണ്ണികൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം ഉണ്ണികൃഷ്ണൻ. ഞാൻ ന്യൂമോണിയ വന്നിട്ട് 10 മാസം കഴിഞ്ഞിപ്പോ 65 വയസ്സായാണ്. 65 വയസ്സ്. 65 വയസ്സ്. ഇപ്പൊ ഈ ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ അലർജിയുടെ ചെറിയ തകരാറുണ്ട്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പുക വലിക്കുന്ന ആളാണോ? പുക വലിച്ചിരുന്ന്. നേരത്തെ പുക വലിച്ചിരുന്നോ? വലിച്ചിരുന്ന്. ഇപ്പൊ ഒരു കൊല്ലായിട്ട് ഈ ന്യൂമോണിയ വന്നതിന് ശേഷം വലിക്കാറില്ല. അപ്പൊ എന്തായാലും പുക വലിക്കാതിരിക്കുക. കാരണം പുക വലിച്ചത് കൊണ്ട് തന്നെ കുറച്ചൊരു മാറ്റങ്ങൾ ഈ ലങ്സിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ന്യൂമോണിയ ഒരിക്കൽ വന്നു വെച്ചാൽ വരണമെന്ന് 2ാം പ്രാവശ്യം വരണമെന്ന് ഒരു കാരണവശാലും ഇല്ല. പക്ഷെ നേരത്തെ പുക വലിച്ചത് കൊണ്ട് ചെറിയൊരു ശ്വാസ തടസ്സം പോലെ വരാൻ സാധ്യതയുണ്ട്. അത് അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ഒരു എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ച് അതിനുവേണ്ടി ചെറിയ മരുന്നുകൾ കഴിക്കുന്നതാണ് നല്ലത്. ശരി ഡോക്ടർ, ഈ പുകവലിക്കാരിൽ കൂടുതലും ന്യൂമോണിയ കണ്ടുവരാറുണ്ടല്ലേ? അതൊരു പ്രധാന കാരണമാണോ? പുകവലി എപ്പോഴും റിസ്ക് ഫാക്ടറാണ്. അതൊരു ഘടകം കൂടിയാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ രോഗത്തിന്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ് ഡോക്ടർ? ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് തരത്തിലാണ് നമ്മൾ കമ്മ്യൂണിറ്റി അക്വേർഡ് ന്യൂമോണിയ എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓറലായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ചാൽ മതി. ശരി ഡോക്ടർ, നമുക്ക് അതിലേക്ക് വിശദമായി വരാം. ഒരു കോൾ കൂടി. ഹലോ, ആരാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ശരി ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ ചോദിച്ചോളൂ. സാർ, എന്താ ഒരു 1.5 വയസ്സുള്ള മോന് ഒരു ഫസ്റ്റ് വന്നത് ഒരു പോളിയോ വാക്സിൻ ഇല്ലേ, എക്സ്ട്രാ പോളിയോ കൊടുക്കുന്നത്, അത് കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു അപസ്മാരം വന്ന് പനിയോട് കൂടിയിട്ട്. എന്ത് സംഭവിച്ചു അതിനുശേഷം? ഹലോ സാർ, ഹലോ, ചോദിച്ചോളൂ.
സാർ 1.5 വയസ്സുള്ള ഒരു മോനെ അധികം ഒരു എക്സ്ട്രാ പോളിയോ വരുന്നില്ല, അത് കൊടുത്തതിന് ശേഷം അവന് അവസ്മാരായി വന്നത് ഫസ്റ്റ്. ഇപ്പൊ ഇടക്കിടക്ക് പനിക്കുക, അപ്പൊ അവസ്മാരം പോലെ വരിക. ഇപ്പൊ ഫ്രീസിയമുള്ള ഒരു ഗുളിക കൊടുക്കുന്നുണ്ട് പനിയോട് കൂടിയിട്ട്, പനി വരുമ്പോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, കൊച്ചു കുട്ടികളിൽ പനി വരുന്ന സമയത്ത് അപസ്മാരം പോലെ ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും അത് ഓരോ പ്രാവശ്യം പനി വരുമ്പോൾ അങ്ങനെ വരേണ്ട ആ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് തലച്ചോറിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല ഇതേപോലെ ജന്യരോഗം പോലെ വല്ല ഉണ്ടോ എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധനകളും ചെയ്യേണ്ടതാണ്. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സുഗത, കോഴിക്കോട്. സുഗത, ഡോക്ടറോട് ചോദിച്ചോളൂ. സർ, എന്റെ മകന് 1.5 വയസ്സാണ്. ചോദിച്ചോളൂ. സർ, അവന് ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂമോണിയ പനി അധികമായി ന്യൂമോണിയ ആണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തു. അപ്പം 5 ദിവസം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്തു. നമ്മളോട് നെബുലൈസേഷനും ആന്റിബയോട്ടിക്കും കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്. അതില് കഴിഞ്ഞ ദിവസം പോയപ്പോ ഇനി നെബുലൈസേഷൻ വേണ്ട, സാധാരണ ആവി പിടിച്ചാ മതി എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് ഈ സാധാരണ ആവി പിടിക്കുക എന്നുള്ളത് സാധിക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ നെബുലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് അവന് ഇപ്പോഴും ഈ കഫത്തിന്റെ പ്രശ്നമുണ്ട്, ഈ ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഫുള്ളായിട്ട് അങ്ങ് മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇത് നെബുലൈസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഈ കുട്ടിക്ക് ശ്വാസം മുട്ടൽ നേരത്തെ ഉള്ളതാണോ? അല്ല അല്ല, ഈ പനിയാണ് വന്നത്. പനി വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 6 ദിവസം പനിച്ചു. അതിനുശേഷമാണ് ഇങ്ങനെ ന്യൂമോണിയ ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത്. അതെ. ന്യൂമോണിയ കൊണ്ട് ശ്വാസം മുട്ടൽ വരാൻ സാധാരണ വരാറില്ല. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അസുഖം ന്യൂമോണിയ വന്നതിന് ശേഷം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ന്യൂമോണിയ വന്നതിന് ശേഷം അതിൽ ചെറിയ അതുകൊണ്ടാണ് നെബുലൈസ് ചെയ്യാൻ പറയുന്നത്. കാരണം ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചെറുതായിട്ട് നെബുലൈസ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ ഒരു അലർജിയുടെ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അത് ഡോക്ടറെ തന്നെ നേരിട്ടൊന്ന് വീണ്ടും കാണിക്കണം. ശരി ഡോക്ടർ, നമ്മൾ നേരത്തെ ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ആന്റിബയോട്ടിക്കുകൾ തന്നെയാണ് പ്രധാനമായും രോഗികൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ആൻറ്റിബയോട്ടിക്കുകളുണ്ട്, അതേപോലെ തന്നെ കഫം പുറത്ത് വരാനുള്ള മരുന്നുകളുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പം പനിയുണ്ടെങ്കിൽ അതിനുള്ള പാരസെറ്റമോളും അതിനോടൊപ്പം വൈറ്റമിൻസ് വേണം. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ ന്യൂമോണിയാസൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് സ്മോക്കേഴ്സിൽ, അതുപോലെ ബ്രോങ്കിയൽ ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് വെച്ചാൽ പലതരം ഓക്യുപ്പേഷണൽ ഡിസീസ്, അതേപോലെ എൻവയൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടായിട്ടുള്ള, അതേപോലെ പലതരം അലർജി കൊണ്ടുണ്ടാകുന്ന, അതിനാണ് നമ്മൾ COPD എന്ന് പറയുന്നത്, എംഫിസീമ, ബ്രോങ്കൈറ്റിസ് എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് ഈ ആൻറ്റിബയോട്ടിക്സും വൈറ്റമിൻസും പാരസെറ്റമോളും അല്ലെങ്കിൽ എക്സ്പെക്ടോറൻറ്റും കൂടാതെ അവർക്ക് ഇൻഹേലേഴ്സ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ നെബുലൈസേഷൻ വന്നേക്കാം. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ശ്രീജ, ഞാൻ എറണാകുളത്ത് വിളിക്കുന്നു. ശരി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ ചോദിച്ചോളൂ. എനിക്ക് 3 വർഷത്തിന് മുന്നേ എനിക്ക് 33 വയസ്സായി. അപ്പൊ ഞാൻ ഒരു 3 വർഷത്തിന് മുന്നേ എനിക്ക് ന്യൂമോണിയ വന്നിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അത് മാറി. അത് കഴിഞ്ഞിട്ട് ഒരു 8 മാസത്തിന് ശേഷം പിന്നെയും വന്നു, രണ്ടാം പ്രാവശ്യം. ഇപ്പൊ അതൊരു 3 വർഷത്തിന്റെ ഇടയിൽ ഒരു 8 മാസം അല്ലെങ്കിൽ 10 മാസത്തെ ഗ്യാപ്പാണ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു 3-4 മാസത്തിനിടയ്ക്ക് ഇത് വരുന്നുണ്ട്. ഇപ്പൊ 3-4 പ്രാവശ്യമായി. ഇപ്പൊ കഴിഞ്ഞ ഒരു 1.5 മാസത്തിന് മുന്നേ വന്നതാ. ഇപ്പൊ എനിക്ക് അതുണ്ട്. ഞാനിപ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. ഇപ്പൊ എനിക്ക് കുറെ ഗുളികയും ഒക്കെ തന്നിട്ടാ ഇപ്പൊ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ. ശരി ശരി. അപ്പൊ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ന്യൂമോണിയ വരുന്നു എന്നാണോ പറയുന്നത്? ഹലോ, കോള് കട്ടായി നിന്നു. ഡോക്ടർക്ക് മറുപടി പറയാതെ എന്താണ് കാരണം? വീണ്ടും വീണ്ടും ന്യൂമോണിയ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബർകുലോസിസ് എന്തായാലും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ട്യൂബർകുലോസിസ് കാരണം നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗത്ത് ഏഷ്യൻ കൺട്രീസിലെല്ലാം വളരെ വ്യാപകമായിട്ടുള്ള അസുഖമാണ് ട്യൂബർകുലോസിസ്. അപ്പോൾ അത്
തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ന്യൂമോണിയ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കുമോ ഒരു അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ശരി. അല്ലാതെ ഈ ന്യൂമോണിയ സാധാരണ വെറും ന്യൂമോണിയ ആണെങ്കിൽ ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു 3-4 മാസത്തിനുള്ളിൽ വരില്ല. വരില്ല, സാധാരണഗതിയിൽ വരേണ്ട ഒരു കാരണമില്ല. എനിക്ക് തോന്നുന്നു ആ പ്രേക്ഷക അത്യാവശ്യമായി ട്യൂബർകുലോസിന്റെ ചെക്കപ്പ് ആയിരിക്കും. 3-4 പ്രാവശ്യമായി. അപ്പോൾ തീർച്ചയായിട്ടും ട്യൂബർകുലോസിസ് ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത് തന്നെയാണ്. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടി. ഹലോ ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഇത് കൊല്ലം ജില്ലയിൽ പരിചാരകൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വിളിക്കുന്നത്. ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്ക് വന്നിട്ടേ 2-3 പ്രാവശ്യം വീണ്ടും പനി അടുപ്പിച്ചു. ചെറുതായിട്ട് നെഞ്ചിന് വേദനയുണ്ട്. ഇത് ന്യൂമോണിയയുടെ ആരംഭമാണ്. പനി മാത്രം വന്നുകൊണ്ട് വയസ്സ് എത്രയായിന്ന് പറഞ്ഞില്ല. പനി വന്ന് ഡോക്ടറെ കണ്ടു, ഒരു പ്രാവശ്യം മരുന്ന് കഴിച്ചു. അത് ന്യൂമോണിയ ആവണമെന്നില്ല. കാരണം നമ്മുടെ ഇപ്പം കേരളത്തിൽ പരക്കെ കണ്ടുവരുന്ന നമുക്കറിയാമല്ലോ, ഡെങ്കു ഫീവർ വളരെ പരക്കെ ഉള്ള സമയമാണ്. അതിപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയ നെഞ്ചുവേദനയും ചുമയൊന്നും ഇല്ലെങ്കിൽ ഇതേപോലെ വൈറൽ പനി ആവാനുള്ള സാധ്യതയും നമ്മൾ നോക്കേണ്ടതാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്യൂബർകുലോസിന്റെ ചെക്കപ്പ് വേണ്ടി വരും എന്ന് പറഞ്ഞു. ട്യൂബർകുലോസിസ് ആണെങ്കിലും ഇതേ ലക്ഷണങ്ങൾ തന്നെയായിരിക്കും ന്യൂമോണിയയിൽ തുടങ്ങി അങ്ങനെ മാറാൻ? അല്ല, ന്യൂമോണിയയിൽ തുടങ്ങണമെന്നില്ല. കാരണം ട്യൂബർകുലോസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലുള്ള പനിയാണ്. അപ്പം നമ്മൾ എല്ലാം നമ്മുടെ ഗവൺമെൻറ് പരസ്യങ്ങളിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാകും 3 ആഴ്ചയിൽ കൂടുതൽ ഡ്യൂറേഷനുള്ള ചുമ. തീർച്ചയായിട്ടും 3 ആഴ്ചയിൽ കൂടുതൽ ഡ്യൂറേഷനുള്ള ചുമ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പനി ഉണ്ടാവണമെന്നില്ല. പനി വൈകുന്നേരങ്ങളിലാണ് പൊതുവെ ട്യൂബർകുലോസിന് പനി ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് ന്യൂമോണിയ ആണെങ്കിൽ പോലും അതിന്റെയും കൂടെ ചെക്കപ്പ് വേണ്ടി വരും എന്ന് പറയുന്നതിന്റെ കാരണം? അതുകൂടി ആകാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ളത് കൊണ്ടാണ്? അങ്ങനെയുള്ളതുകൊണ്ട്. കാരണം ട്യൂബർകുലോസിസ് ബാക്ടീരിയ നമ്മൾ സാധാരണ കഴിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ മെഡിക്കേഷൻ കൊണ്ട് മാറില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അത് കൊടുത്തെങ്കിൽ മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അത് ലോങ് ഡ്യൂറേഷൻ നമുക്കറിയാമല്ലോ, ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി ഉണ്ട്. അപ്പോൾ അത് 6 മാസമെങ്കിലും കഴിച്ചെങ്കിൽ മാത്രമേ ട്യൂബർകുലോസിസ് മാറുകയുള്ളൂ. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ കേൾക്കാമോ? എന്താണ് പേര് പറയൂ? അൻവർ. ശരി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സാറേ. കാസർഗോഡ് ജില്ലയിൽ നിന്ന് അൻവറാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. എന്ന് സാറേ, എനിക്ക് പിന്നെ LFT-യിലേ മനസ്സിലായില്ല. LFT ടെസ്റ്റ് ചെയ്യുമ്പോ അതിന് ബിൽഡ്രൂപ്പിൽ കാണിക്കുന്നുണ്ട് 2.7 നോർമൽ ആയിട്ട് കാണിക്കുന്നത് സാറേ. പക്ഷേ പിന്നെ മഞ്ഞപ്പിത്തം ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മഞ്ഞപ്പിത്തം ഇല്ല എന്നല്ലേ? അതെ, അത് ബിൽഡ്രൂപ്പിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നോർമലാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം സാർ? അത് അങ്ങനെ കാണാറുണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യമായിട്ട് പല ജനറ്റിക് ചേഞ്ചസ് കൊണ്ട് ചില കുടുംബങ്ങളിൽ അങ്ങനെ കാണാറുണ്ട്. ബിലിറൂബിൻ മാത്രമേ കൂടുള്ളൂ. അൻവറിന് 2.4 ബിലിറൂബിൻ. ബാക്കിയുള്ള എല്ലാം നോർമലാണ് LFT-യിൽ. ഇത് മാത്രമാണ് കൂടുതലുള്ളത്. അത് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു പരിശോധനയൊക്കെ ചെയ്യുന്ന സമയത്ത് ബിലിറൂബിൻ വളരെ കൂടുതലാകുമ്പോൾ എന്തായാലും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇതിനെപ്പറ്റി ടെൻഷൻ്റെ കാര്യമില്ല. ചെറിയൊരു ജനിതക മാറ്റത്തിൽ കൂടി ചില എൻസൈമുകളുടെ കുറവ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനോ വേറെ ഒരു തടസ്സങ്ങളും ഉണ്ടാക്കത്തില്ല. ശരി ഡോക്ടർ, ഈ ന്യൂമോണിയയിൽ ദന്ത ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? ഞാൻ പലയിടത്തും വായിച്ചപ്പോൾ കണ്ടു ദന്തശുചിത്വം വളരെയധികം ആവശ്യമാണ് ഈ രോഗം വരാതിരിക്കാനും പ്രതിരോധിക്കാനും. തീർച്ചയായിട്ടും അതിൻ്റെ പല്ല് ശരിക്കും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം ഈ പല്ല് പെട്ടെന്ന് കേടുവരും. പലതരം ആഹാര സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ കാരീസ് ടൂത്ത് ഒരു കറുത്ത പാട് വന്ന് അത് പൊളിഞ്ഞ് പിന്നെ അങ്ങനെ തുളയായി വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വായിലും അതേപോലെ ത്രോട്ടിലും ധാരാളം ബാക്ടീരിയാസ് ഉണ്ട് നാച്ചുറലായിട്ട്. അപ്പോൾ ഇതിനൊരു സൂട്ടബിളായിട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു ചീത്തപ്പല്ലുണ്ടെങ്കിൽ ആ ചീത്തപ്പല്ലിൽ ആ ദോർത്ത് ഇത് വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നും താഴത്തോട്ട് ഫാരിങ്സ് വഴി ലങ്സിലേക്ക് ഇറങ്ങാം. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ന്യൂമോണിയ ആവണമെന്നില്ല, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആവാം.
ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹൃദയത്തിലേക്കാണ്. അത് ശരി. പല്ലിൽ നിന്ന് ഹൃദയത്തിലേക്ക്. കാരണം നമ്മുടെ വാൾവ് പണ്ട് ഇത്രയും ഇപ്പോഴത്ര കൂടുതൽ കണ്ടുവരുന്നില്ലെങ്കിലും മൈട്രൽ സ്റ്റെനോസിസിൻ്റെ ഒരു കാരണം റൊമാറ്റിക് ഫീവറാണ്. അപ്പോൾ ഇത് വരാനുള്ള സാധ്യത ഒരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷനാണ്. അത് പൊതുവെ പല്ലിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല്ല് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതാണ്, ക്ലീനായി വെക്കേണ്ടതാണ്, അത്യാവശ്യം. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി. ഹലോ ഹലോ, നമസ്തേ മാഡം. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ പവിത്രൻ, തിരുവനന്തപുരത്ത് നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. തിരുവനന്തപുരം. ഹലോ, നമസ്കാരം. നമസ്കാരം. അതിൻ്റെ പവിത്രൻ, തിരുവനന്തപുരം. പറഞ്ഞോളൂ പവിത്രൻ. സാർ നമസ്കാരം. സാർ ശരി, ഇവിടെ കേൾക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. സാർ നമസ്കാരം. സാർ ഞാൻ സാർ 2008 എനിക്ക് ഒരു പ്രാവശ്യം ന്യൂമോണിയ വന്നായിരുന്നു. അത് കഴിഞ്ഞ് 2015 ആദ്യം റൈറ്റ് ലോവർ ലോബ് വന്ന്, പിന്നെ ലെഫ്റ്റ് ലോവർ ലെവലും വന്നു ന്യൂമോണിയ. അത് എന്താ സാർ അതിന് പ്രത്യേകിച്ച് കാരണമില്ല, അങ്ങനെ വരാനുള്ള കാരണം ഞാൻ അത്യാവശ്യം മറ്റേക്കാരനുള്ളായിരുന്നു. അത് ഇനി വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. കാരണം വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കാനുള്ള വല്ല അസുഖങ്ങൾ പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റിലേക്ക് കാണുന്ന ഈ തന്നെയായിരുന്നു ന്യൂമോണിയ. അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമോണിയ വരാനുള്ള കൂടുതൽ സാധ്യത വേറെ നേരത്തെ ഈ പറഞ്ഞ പോലെ ബ്രോങ്കിയൽ ആസ്മ, അതേപോലെ സ്മോക്കിംഗ് ഉള്ളവർക്ക്, അതേപോലെ ബ്രോങ്കൈറ്റിസ്, എംഫിസിമ എന്ന് വെച്ചാൽ ലങ് സംബന്ധമായിട്ടുള്ള പല അസുഖങ്ങളുള്ളവർക്ക് ന്യൂമോണിയ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഈ പൊടിപടലങ്ങൾ കൂടുതൽ, ഇപ്പോൾ സിമെൻറ്റ്, അതേപോലെ ബാക്കിയുള്ള പൊടിപടലങ്ങൾ, കെമിക്കൽസ്, അതിൽ പെയിൻറ്റിങ് സാധനങ്ങൾ, പെട്രോളിയം പ്രോഡക്ട്സ്, ഇതെല്ലാം കൂടുതൽ ശ്വസിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് വരാനുള്ള സാധ്യത, അത് ശ്വസിച്ചുകൊണ്ട് വരുന്നല്ല, സാധ്യത കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം ഇതേപോലുള്ള സ്മോക്കിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 2 പ്രാവശ്യം വന്നുകൊണ്ട് 3ാമത്തെ പ്രാവശ്യം വരണമെന്ന് ഒരിക്കലുമില്ല, നിർബന്ധമില്ല. ഒരിക്കലുമില്ല. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ കൂടി. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ എറണാകുളത്ത് നിന്ന് ഉമ്മയാണ് വിളിക്കുന്നത്. ഉമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവൾക്ക് ഇപ്പോ 7 വയസ്സ് ആവുന്നു ഈ ഒക്ടോബർ വന്നാല്. കൊച്ച് രാത്രിയിൽ എന്നും കിടന്നുറങ്ങി, ഒരു 10 മണിക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു മണിയുടെ ഉള്ളിൽ കൊച്ച് എന്നും ഛർദ്ദിക്കും, ചുമച്ച് ഛർദ്ദിക്കും. ചില സമയത്ത് കഫം മാത്രമായിരിക്കും വരിക, ചില സമയത്ത് അന്ന് കഴിച്ച ഭക്ഷണം മുഴുവനും വരും. ഇതിപ്പോ ഒരു 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. കുട്ടിക്ക് എത്ര വയസ്സാണെന്ന് പറഞ്ഞില്ല? 7 വയസ്സ്. എനിക്കതിന് ആൻസർ പറയാൻ ബുദ്ധിമുട്ടുള്ള, കാരണം അതൊരു പീഡിയാട്രിക്സ് ഡോക്ടറെ അടുത്ത് നിന്ന് ചോദിക്കേണ്ടതാണ്. കൊച്ചിനൊരു 6 മാസമായിരുന്നപ്പോ ന്യൂമോണിയ വന്നിട്ടുണ്ടായിരുന്നു ചെറുതിലെ. അതെ. പിന്നെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും. അപ്പൊ ഞങ്ങൾ ലൂർദ് ഹോസ്പിറ്റലായിരുന്നു കൂടുതൽ കാണിച്ചിരുന്നത്. അതെ. ഇപ്പൊ അങ്ങനെ ശ്വാസം മുട്ടിന്റേതായ ബുദ്ധിമുട്ടൊന്നും അവള് കാണുന്നില്ല. ഈ ഒരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ, ചുമക്കുക, രാത്രി ഛർദ്ദിക്കുക. അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ എന്തായാലും ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ വൈകുന്നേരം ആകുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് ചുമക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് ഇതുപോലെ ഛർദ്ദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ കാണിച്ച ഒരു പീഡിയാട്രിക്സ് ഡോക്ടറെ കാണിക്കണം. കാരണം ശ്വാസം മുട്ടൽ എന്തായാലും ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി ഡോക്ടർ, നമുക്കിനി കൂടുതൽ ചികിത്സാ രീതിയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നേരത്തെ ഇൻഹേലേഴ്സ് പലരെല്ലാം ഉപയോഗിക്കേണ്ടി വരും, ആൻറ്റിബയോട്ടിക്സുകൾ പറഞ്ഞു. ഇതല്ലാതെയുള്ള ചികിത്സാ രീതികളുണ്ടോ ന്യൂമോണിയ ബാധിച്ചു കഴിഞ്ഞാൽ? ന്യൂമോണിയക്ക് എന്തായാലും ഇതെല്ലാം ആവശ്യമാണ്. കാരണം ബേസിക്കലി ഇത് പലതരം അണുബാധ കൊണ്ടുണ്ടാകുന്നതാണ്. പ്രധാനമായിട്ടും സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാം നെഗറ്റീവ് ബാസിൽ, അങ്ങനെ പല വെറൈറ്റീസ് ആണ്. ഏറ്റവും പ്രധാനം സ്ട്രെപ്റ്റോകോക്കസ് ആണ്. പിന്നെ എച്ച് ഇൻഫ്ലുവൻസ, സ്റ്റെഫലോകോക്കസ്, അങ്ങനെ പല ബാക്ടീരിയാസ് ഉണ്ട്. വൈറസ് കൊണ്ടുണ്ടാവാം. ഇപ്പോൾ ഡെങ്കു ഫീവർ വരികയാണെങ്കിൽ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയ വരാം. അപ്പോൾ വൈറസ് ആന്റിബയോട്ടിക്കുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനം. ആന്റിബയോട്ടിക്സ് അത് എത്ര ദിവസം വരെ കഴിക്കേണ്ടി വരും? മിനിമം 10 മുതൽ 14 ദിവസമാണ് നമ്മുടെ ഡ്യൂറേഷൻ. മിനിമം 10 ദിവസം ആവശ്യമാണ്. വളരെ കൂടുതൽ ചെറിയ മിനിമൽ ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിലും 5 ദിവസത്തിൽ ഒരിക്കലും നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു. ശരി, അത് പിന്നീടുള്ള ജീവിതം, ഇപ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചു, അസുഖം ഭേദമായി, പലരിലും കണ്ടോ അത് വീണ്ടും ആ രോഗം തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അത് വരാതിരിക്കാൻ പ്രോപ്പറായിട്ട് ഇത്രയും ഡ്യൂറേഷൻ മരുന്ന് കഴിക്കുക. കാരണം ഡ്രഗ് റെസിസ്റ്റൻസ് എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ആൻറ്റിബയോട്ടിക്സ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത പ്രാവശ്യം അതിന് റെസിസ്റ്റൻസ് വരും ബാക്ടീരിയയ്ക്ക്.
പലരെല്ലാം കണ്ടിട്ടുള്ളത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കോഴ്സ് മുഴുവൻ കഴിക്കില്ല, രോഗം ഒന്ന് കുറയും, പിന്നെ അത് മരുന്ന് കഴിക്കാതിരിക്കും. അതും ഒരു കാരണമായിരിക്കുമല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും മിനിമം 10 ദിവസം ന്യൂമോണിയക്ക് മരുന്ന് കഴിക്കണം എന്നുള്ള നിർബന്ധമാണ്. ശരി ഡോക്ടർ, ഇത് മദ്യപാനം ന്യൂമോണിയ വരാനുള്ള ഒരു കാരണം ആകാറുണ്ടോ? മദ്യപാനം കൊണ്ട് ന്യൂമോണിയ വരുന്നില്ലെങ്കിലും മദ്യപിച്ച് പലരും ഛർദ്ദിക്കും. ഈ ഛർദ്ദിക്കുന്ന സമയത്ത് കുറച്ച് ഛർദ്ദിലെ അവശിഷ്ടങ്ങൾ ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്ത് പോകും. അപ്പം അങ്ങനെ ആസ്പിറേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ന്യൂമോണിയക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ബെഡ് ഇഡൻ പേഷ്യൻസ്, ക്രോണിക് ഇൽനെസ് കൊണ്ട് ബെഡിൽ തന്നെ സ്ഥിരമായിട്ട് ചികിത്സ എടുക്കുന്ന ബെഡ് ഇഡൻ പേഷ്യൻസ്, അവരെല്ലാം ഇതേപോലെ ആസ്പിറേറ്റ് ചെയ്ത് ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും കുറച്ച് കരുതലോടെ ഇരിക്കണമല്ലേ ഈ ഒരു രോഗം വരാതിരിക്കും. എന്തായാലും ഡോക്ടർ വളരെയധികം നന്ദിയോടെ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇനി ഒട്ടേറെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. മറ്റൊരു ദിവസം കൂടുതൽ വിശദമായി തന്നെ ഡോക്ടറെ ഈ സംശയങ്ങളെല്ലാം ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദിയുണ്ട് ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.